കിടിലം പടം ഈ വർഷത്തെ അടുത്ത ഹിറ്റ്. നല്ല പടം നല്ല ഫിലിം. ഇത്ര നല്ല ഫിലിം അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണം പറയാം. അത്രയും നല്ല ഫിലിം. ഓക്കെ, എൻജോയ് ചെയ്ത് ഞങ്ങൾ. അടിപൊളിയായിട്ടുണ്ട്, വളരെ അടിപൊളി. യെസ്, നല്ല രസം. അയ്യോ, എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആ നല്ല 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 അടിപൊളി റെസ്പോൺസ് ആയിരുന്നു. ആൾക്കാരൊക്കെ നല്ല ചിരിയും കോമഡിക്കൊക്കെ നല്ല കയ്യടിയായിരുന്നു. അപ്പം നമ്മൾ ഹാപ്പിയായി. ആ അടിപൊളിയാണ്, കണ്ടു നോക്കുക, അടിപൊളിയാണ്. താങ്ക് യു. ഒരുപാട് ചിരിച്ചു, അങ്ങനെയൊക്കെ. ഇത് ശരണ്യയും തണ്ണീർമത്തനും വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചൊരു ലാർജ് സ്കെയിൽ പടമാണ്. അതായത് ഹൈദരാബാദിലാണ് ഇതിൻ്റെ മുക്കാൽ ഭാഗവും ഷൂട്ട് ചെയ്തിട്ടുള്ളതുമൊക്കെ. അപ്പോൾ കുറച്ചും കൂടെ ഒരു IT ലെവൽ അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അടിപൊളിയാണ്. നിങ്ങൾ പടം കണ്ടിട്ടുണ്ട്, അത് മനസ്സിലാക്കണം. താങ്ക് യു. എല്ലാവർക്കും കാണാം, എല്ലാവരും നല്ല യൂത്ത് ഓറിയന്റഡ് സബ്ജക്റ്റാണ്. അടിപൊളി. ഗിരീഷ് ഹാട്രിക്. നസ്ലിൻ രക്ഷയില്ല, അടുത്ത സ്റ്റാർ അല്ല, ഓൾറെഡി സ്റ്റാറാണ്. എന്നാൽ അതിനും എല്ലാം അടിപൊളി. എന്തായാലും തിയേറ്ററിന് വീണ്ടും അറിയും. മൊമെൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞു, തമാശ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. തമാശ വർക്കാവുന്ന തന്നെയാണ്. അല്ല, തമാശ യൂത്ത് മാത്രമല്ലല്ലോ, ഫാമിലി ഓഡിയൻസ് ഒക്കെ എൻജോയ് ചെയ്യാറില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫാമിലി ഓഡിയൻസിനും യൂത്തിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. ഗംഭീര എക്സ്പീരിയൻസ് അല്ലേ. ഷോർട്ട് ഫിലിം അങ്ങനല്ല. ഓ അങ്ങനെ, ഓക്കെ, ഞാനോർത്ത് ക്വാളിറ്റിയാണ് ഉദ്ദേശിച്ചത്, സോറി. നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റായിരുന്നു. കാരണം ആ പടത്തിൻ്റെ മൂഡ് തന്നെയാണ് ആ സെറ്റ് ഫുള്ള് ഉള്ളത്. നല്ലൊരു തമാശ, നല്ല വൈബ്. പിന്നെ ഞങ്ങളെല്ലാവരും തമ്മിൽ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. നല്ലപോലെ വർക്കായി എന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും അവിടെ ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഹൈദരാബാദിൽ. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് വർക്കായിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു. വേറെ ലെവലാണ് പടം. വൈബ് എന്നെല്ലാം പറഞ്ഞ ഒന്നൊന്നര വൈബ്, രക്ഷയില്ല. പടം അടിപൊളിയാണ്. ഫ്രണ്ട്ഷിപ്പായിട്ട് കാണുന്ന പടമാണ്. നല്ല ഇതാണ്, പ്രേമത്തിൻ്റെ ഇത് അടിപൊളിയാണ്. അടിപൊളി സിനിമ, രക്ഷയില്ല. എല്ലാം ഒരു ഫൺ, എൻ്റർടൈൻഡ് ഡ്രാമ എല്ലാം ഉണ്ട്. ലവ്, എല്ലാം ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഉണ്ട്. ഓ, എല്ലാവരും നല്ലോണം അഭിനയിച്ചു, എല്ലാവരും ഇഷ്ടമായി. മമ്മീതി ആയാലും അവരെ കോംബോ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു ആദി പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അവരും പൊളിച്ചു, എല്ലാവരും പൊളിച്ചു. അവർ രണ്ടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, അവരും എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചു. ഒരു റൊമാൻറ്റിക് കോമഡി ഫിലിമാണ്. ഇന്നത്തെ യൂത്തിനെ പറ്റിയ ഫിലിമാണ്. ഇടയ്ക്ക് കോമഡി കുറച്ച് വലുപ്പം, എന്നാലും സെക്കൻഡ് ഹാഫ് മുഴുവൻ റൊമാൻസ് ആണ്. ഫസ്റ്റ് ഹാഫ് കോമഡി. നസ്ലിനും മമ്മൂദാണ് പേരിങ് ആണ്, നന്നായി ചെയ്തിട്ടുണ്ട്. മാത്യൂസും ചെറിയ റോൾ വരുന്നുണ്ട്. നല്ലൊരു എൻ്റർടൈനറാണ്, യൂത്തിന് ഇഷ്ടപ്പെടും. ഉണ്ടാവുമെന്ന് തോന്നുന്നു എനിക്ക്. കാരണം ആദിക്ക് കിട്ടുന്ന അടികൾ മുഴുവൻ പ്രേക്ഷകരുടെ കയ്യടിയായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് അകത്ത് കണ്ടത്. കാരണം അങ്ങനെ ഒരു ക്യാരക്ടറാണല്ലോ, നമുക്ക് ഒരു ചൊറി തോന്നണം. അങ്ങനെയാണ് ആ ക്യാരക്ടർ ഉണ്ടായിരുന്നത്. അതെനിക്ക് തോന്നുന്നത് കുഴപ്പമില്ലാണ്ട് വർക്കൗട്ടായി. ഇപ്പം നമ്മൾ കണ്ട ഷോയിൽ ആൾക്കാർ അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി വരുന്ന ഷോകളിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ശ്യാമേട്ടനെ പോലെ ഇത്രയും കുറച്ചും കൂടി കണ്ട രീതിയിൽ ശ്യാമേട്ടൻ കുറച്ചുകൂടി കാമം കൂളായിട്ടുള്ള ആളാണ്. പക്ഷേ സിനിമയിൽ മൊത്തത്തിൽ നേരെ ഉൾട്ടയാണ്. അതെ, ആ കഥാപാത്രം ഏറ്റെടുക്കുമ്പോഴുള്ള മാനസികാവസ്ഥ എനിക്ക് ഓഡിഷൻ കഴിഞ്ഞ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം. കാരണം എനിക്ക് ഒരു സീന് തന്നിട്ടാണ് എന്നോട് പെർഫോം ചെയ്യാൻ പറഞ്ഞത്. പിന്നെ എന്നെ ഫിക്സ് ചെയ്തതിനു ശേഷം ഫുൾ സ്ക്രിപ്റ്റ് തന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ചെറിയ പരിപാടി അല്ല എന്നുള്ളത്. അപ്പം നല്ല രീതിയിൽ അതിന് വേണ്ടി കുറച്ച് വർക്ക് ചെയ്തു. പിന്നെ ഗിരീഷിനോട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പുള്ളിക്ക് എന്താണ് വേണ്ടതെന്നുള്ള പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ രീതിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചു. ഇത്തരം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ കുറച്ച് കല്ലുകടികൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അഭിനയിക്കുമ്പോൾ തോന്നിയിരുന്നോ ഇങ്ങനെ തിയേറ്ററിൽ കണ്ടപ്പോൾ ആളുകളുടെ പ്രേക്ഷകരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇല്ല ബ്രോ, അത് നമ്മൾ ക്യാരക്ടർ എന്തായാലും എനിക്ക് എന്നെ സംബന്ധിച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണുന്ന ആൾക്കാരിൽ. ഇപ്പം ഒരു നല്ലവനായ ക്യാരക്ടർ ആയാലും ശരി, മോശം ക്യാരക്ടർ ആയാലും ശരി,
അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഈ ക്യാരക്ടർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു വിജയമാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതെനിക്കൊരു സന്തോഷം തന്നെയാണ് ശരിക്കും പറഞ്ഞത്. അതിൽ പിന്നെ ഒരു ഇമേജിൻ്റെ ഒരു പ്രശ്നമൊന്നും ഇല്ല എനിക്ക്, ഞാനൊരു പുതിയ ആളാണല്ലോ. ഇത്രയും ഈ കൗമാരക്കാര് കഥ പറയുമ്പോൾ തന്നെ മൊത്തത്തിലെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. ഒരു രീതിയിലും ഒരു ലാഗോ ഒന്നും രീതിയിലും പ്രതീക്ഷ ഇല്ല. അപ്പോൾ ഈ നസ്ലാൻ കപൂർ, മമിത ബൈജു ഇവരൊക്കെ കൂടെയുള്ള അഭിനയിക്കുമ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു 10 വയസ്സ് കുറഞ്ഞു എന്ന് പറയാം. കാരണം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. ഈ ഷൂട്ട് സമയത്താണെങ്കിലും ഹൈദരാബാദിൽ 1 മാസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് താമസവും എല്ലാം ഒരുമിച്ചായിരുന്നു, ഞങ്ങൾ ഇൻ്റർവ്യൂസിൽ പറഞ്ഞ പോലെ. അതുകൊണ്ട് തന്നെ സിങ്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഞങ്ങൾ പെർഫോം ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഓക്വേർഡ് ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടാ നീ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്യട്ടെ, ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇടും, അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ആ ഒരു റാപ്പ് നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. സിനിമ കണ്ടപ്പോൾ എനിക്ക് വന്നൊരു കാര്യം, സ്ക്രിപ്റ്റിലുപരി കയ്യിൽ നിന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തതുപോലെ ഒരു വർക്കൗട്ടുകൾ ഭയങ്കര റിയലിസം ഫീൽ ചെയ്യുന്നു. കൗമാരക്കാരുടെ എല്ലാ കാര്യങ്ങളും ഒരു ഡയലോഗ് ഡെലിവറി ആയാൽ പോലും അത് അത്തരം വന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു? ഉണ്ട് ഒരുപാടെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മുടേതായിട്ടുള്ള ഇൻപുട്സ് ഗിരീഷ് ബ്രോ അക്സെപ്റ്റ് ചെയ്യും. നല്ലതാണെങ്കിൽ പുള്ളി ചില സാധനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പുള്ളി നമുക്ക് മൈക്കിൽ ഇരുന്ന് പുള്ളി ചിരിക്കണ കേൾക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുള്ളി വരടാ അത് കൊള്ളാം, അത് ചെയ്തോ, അല്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടമായില്ലെങ്കിൽ പുള്ളി വരടാ അത്രയും വേണ്ട, കുറച്ച് താഴ്ത്തി പിടിച്ചോ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സ്പേസ് നമുക്ക് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അവരൊക്കെ നല്ല ടൈമിങ്ങുള്ള ആർട്ടിസ്റ്റാണ്, നസ്ലീനായാലും സംഗീതമായാലും മമിത ആയാലും. അപ്പോൾ ഞാൻ ഈ ഒരു ടീമിലോട്ട് ശരിക്കും ഗിരീഷ് ബ്രോയുടെ ഒരു യൂണിവേഴ്സിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പുള്ളിയുടെ സിനിമകൾ. പക്ഷേ അത് മാക്സിമം പിന്നെ അവരുടെ സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ക്യാരക്ടർ അല്ലല്ലോ. ഇങ്ങനെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ടൈപ്പ് ഒരു ക്യാരക്ടർ സാധാരണ വരാറില്ല, കൂടുതലും നാടൻ പശ്ചാത്തലമാണ്. അപ്പോൾ എനിക്കൊരു ടാസ്ക് തന്നെ ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിനിമ കഴിഞ്ഞ ഒരു പ്രായമായ ഒരാൾ പറയുന്നു ഇത് കൗമാരക്കാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സിനിമയല്ല, ഇത് മൊത്തത്തിൽ കാണേണ്ട സിനിമ എന്ന് പറയുന്നത്. അപ്പൊ ചില ആളുകൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ചിരിച്ചിട്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ കരഞ്ഞോണ്ട് വന്ന ഒരു. അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു കണ്ടപ്പോൾ? അല്ല, അത് ശരിയാണ്. ഒരു കൗമാരക്കാർക്ക് മാത്രം ഈ പ്രായമായി എന്ന് പറയുന്ന ആൾക്കാർ കൗമാരം കഴിഞ്ഞിട്ടാണല്ലോ അതിലോട്ട് വരുന്നത്. അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ഉണ്ടാവില്ല, ഒരു ഹാർട്ട് ബ്രേക്ക് ആണെങ്കിലും ഒരു ലവ് ആണെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് എല്ലാവർക്കും കണക്റ്റ് ആവുന്നതാണ്. കൂടുതലും യൂത്തിന് ഇപ്പോഴത്തെ നസ്ലിനെ അറിയുന്ന ഒരു ഓഡിയൻസിനാണെങ്കിൽ കുറേ കൂടെ കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ഒരു മിഡിൽ ഏജ്ഡ് ആണെങ്കിലും കുറച്ച് പ്രായമുള്ള ആളാണെങ്കിലും തമാശകളൊക്കെ അവർക്കും എനിക്ക് തോന്നുന്നു റിലേറ്റബിൾ ആവുന്ന തമാശകളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്.